മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കർമ്മയിൽ സ്നേഹനിലയം വാർദ്ധക്യകാല ശുശ്രൂഷാ കേന്ദ്രം സന്ദർശിക്കുകയും യൂണിറ്റ് അംഗങ്ങൾ സ്വരൂപിച്ച് വിഭവ സമർപ്പണം സംഘടിപ്പിക്കുകയും ചെയ്തു. പരിപാടി സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി മീര ബി നായർ ഉദ്ഘാടനം ചെയ്തു. JRC യൂണിറ്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും സാമൂഹ്യ പ്രാധാന്യമുള്ള ഇത്തരം വിഷയങ്ങളിൽ കുട്ടികൾ പങ്കാളികളാകേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി. JRC യൂണിറ്റിന്റെ ചുമതലക്കാരായിട്ടുള്ള അധ്യാപകർ ശ്രീമതി ഡാലിയ, ശ്രീമതി ബീന, അധ്യാപകരായ ജുബേരിയ ബിവി, അജിത്, സ്കൂൾ കൗൺസിലർ ശ്രീമതി വീണ എന്നിവർ കുട്ടികളോടൊപ്പം പരിപാടിയിൽ പങ്കാളികളായി. നിലവിലത്തെ സാമൂഹിക വ്യവസ്ഥയിൽ വാർദ്ധക്യകാല ശുശ്രൂഷാ കേന്ദ്രങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ മാതാപിതാക്കളെ താങ്കൾ തന്നെ പരിപാലിക്കും എന്ന ദൃഢനിശ്ചയം ഓരോ വിദ്യാർത്ഥിയും കൈക്കൊള്ളുമ്പോൾ ഭാവിയിൽ വൃദ്ധസദനങ്ങൾ ഇല്ലാതാകുമെന്നും കുട്ടികളെ അഭിസംബോധന ചെയ്ത് സ്നേഹനിലയത്തിന്റെ ഡയറക്ടർ ഫാദർ മനോജ് M. കോശി വൈദ്യൻ സംസാരിച്ചു. അധ്യാപകരായ ശ്രീമതി ബീന, ശ്രീമതി ഡാലിയ, ശ്രീമതി ജുബേരിയ ബിവി എന്നിവർ സ്നേഹനിലയത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും അന്തേവാസികൾക്ക് സൗഖ്യം ആശംസിച്ചും സംസാരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിലെ എല്ലാ കുട്ടികളെയും അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള അധ്യാപകരെയും കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ബസ്സിന്റെ സാരഥി ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ആൻറ്റി ഉൾപ്പെടെ എല്ലാവരെയും സ്നേഹത്തോടെ സ്നേഹനിലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ പ്രഭാതം കൂടി ദൈവം നമുക്കെല്ലാവർക്കും അനുവദിച്ചു. ആ പുതിയ പ്രഭാതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രദേശത്തേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് സാധിച്ചതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അജിത് സാറാണ് ഈ പ്രസ്ഥാനത്തെ നിങ്ങളിലേക്ക് എത്തിച്ചത്. അദ്ദേഹവും ഇങ്ങനെ കേട്ടറിഞ്ഞ് അവർ ഫാമിലിയായിട്ട് ഇവിടെ വന്ന് സ്നേഹനിലയത്തെ കരുതുകയും അന്ന് മുതൽ സ്നേഹനിലയത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനും നമ്മുടെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്. ഈ പ്രാവശ്യത്തെ പ്രവർത്തനം നമ്മൾ ഇപ്പൊ സംസാരിച്ചതുപോലെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ അത്യാവശ്യമായി നമ്മുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ വന്ന് ബഹുമാന്യനായ അച്ഛൻ, മറ്റു പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട കുട്ടികളെ, കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് വിഭാഗം ഈ വർഷം പതിവ് പോലെ ഒരു ഫീൽഡ് ട്രിപ്പിന് തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സ്കൂളിലെ അജിത് സാറ് ഇങ്ങനെ ഒരു ഇടത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത്. അതിനെ തുടർന്ന് കുട്ടികളുടെ ചെറിയ ചെറിയ സഹായങ്ങളോടുകൂടി നമ്മളിങ്ങനെ ഒരിടം സന്ദർശിക്കാനായി തിരഞ്ഞെടുത്തു. കരുനാഗപ്പള്ളിയിൽ നിന്ന് വളരെയധികം ദൂരമൊന്നുമില്ല എങ്കിലും നമുക്ക് ഇത്തരം ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ അജിത് സാർ വേണ്ടി വന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു അനുഭവമാണ്. എന്നും ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പഠിച്ചിരുന്ന പാഠത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി സ്കൂൾ ബാഗും പുസ്തകവും പേനയും മാറ്റി വെച്ചുകൊണ്ട് ജീവിതത്തിലെ വലിയൊരു പാഠമാണ് നിങ്ങളിന്നിവിടെ കാണുന്നത്, പഠിക്കുന്നത്. അതിൽ നിന്നുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടാകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ ആർഭാടകരമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഇത്തരം ഇടങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുക. അച്ഛൻ തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആഘോഷവുമായി ബന്ധപ്പെട്ട പലതരം ചടങ്ങുകളിൽ നമുക്ക് ഇവിടം കൂടി ഓർമ്മയിൽ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരു നല്ലൊരു അനുഭവമാണ്. നിങ്ങളാൽ കഴിയുന്ന ഒരു സമ്മാനങ്ങളാണ് ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് ഒന്നിനും മതിയാവാത്തതാണ്. അപ്പോൾ നമ്മുടെ അമ്മ പ്രായമാകുമ്പോൾ എന്ത് വന്നാലും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവരെ നോവാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലമുറ വളരണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കുഞ്ഞു പ്രായത്തിൽ വന്ന് കാണുമ്പോൾ അവിടുത്തെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ആ പ്രയാസങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളിലും നിങ്ങളുടെ കൂടെയുള്ള വിദ്യാർത്ഥികളിലും ഇത് ഷെയർ ചെയ്യാനും ഇതുപോലെ സ്ഥാപനങ്ങളിലേക്ക് സഹായങ്ങൾ. തുടർന്ന് കുട്ടികൾ സമാഹരിച്ച തുകയും മറ്റു വിഭവങ്ങളും സ്നേഹനിലയത്തിന് കൈമാറി. JRC യൂണിറ്റ് അംഗങ്ങൾ സ്നേഹനിലയത്തിന്റെ അന്തേവാസികളോടൊപ്പം പാട്ടുപാടിയും തമാശകൾ പറഞ്ഞും വിശേഷങ്ങൾ പങ്കുവെച്ചും സ്നേഹനിലയത്തിൽ ചിലവഴിച്ച സമയം അവരുടെ ജീവിതത്തിൽ എന്നെന്നും ഓർമ്മിക്കത്തക്ക നിമിഷങ്ങളാക്കി മാറ്റി.
സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. പൂജപ്പൂ നീ, പൂജിപ്പൂ ഞാൻ, പന്നീരും തേനും കണ്ണീരായി താനേ. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. രാഗദേവരേ പാൽക്കടലിൻ മംഗതൻ പ്രാണസുധാഗംഗതൻ മന്ത്രജലം വീട്ടിയൻ കണ്ണനെ നീങ്ങുതാ. മേഘപ്പൂങ്കാറ്റിൻ്റെ പള്ളിത്തേരേറി നക്ഷത്ര കൂടാര കീഴിൽ വാദേവി. ആലംബം നീയേ, ആധാരം നീയേ. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. പന്നീരും തേനും കണ്ണീരായി താനേ. ഏതമൃതം തോൽക്കുമി തേനിനെ നീ തന്നുപോയി. ഓർമ്മകൾ തൻ പൊയ്കയിൽ മഞ്ഞുതുള്ളിയായി. എന്നുയിരിൻ രാഗവും താളവുമായെന്നുമെൻ കണ്ണനെ ഞാൻ പോറ്റിടാം, പൊന്നുപോലെ കാത്തിടാം. പുന്നാരത്തേനെ നിന്നേതിഷ്ടം പോലും എന്നെ കൊണ്ടാവും പോലെല്ലാം ഞാൻ ചെയ്യാം.